ഹായ് ഹലോ. ഇന്ന് ആവേശം കുറച്ച് കൂടിപ്പോയതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. ലുലുവിൽ പോയപ്പം കുറച്ച് ക്രാബ് സ്റ്റിക്ക് കണ്ടായിരുന്നു. കൗതുക ലേശം കൂടുതലായതുകൊണ്ട് ട്രൈ ചെയ്യാമെന്നും പറഞ്ഞ് വാങ്ങിച്ചിട്ട് വന്നതാണ്. കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ എങ്ങനെ വെക്കണം, എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം എന്ന് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ യൂട്യൂബൊക്കെ കുറേ തപ്പി പിടിച്ച് ഒരു റെസിപ്പി കണ്ടുപിടിച്ച്. വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നില്ല. അങ്ങനെ അതിൻ്റെ തോലൊക്കെ പൊളിച്ച് ഒരു കവർ പാക്കിങ് ഉണ്ടായിരുന്നു, അതൊക്കെ പൊളിച്ച് എടുത്തു, വൃത്തിയാക്കി ഒന്ന് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതേ കോൺഫ്ലോർ ആട്ടോ ഞാൻ ഇട്ട് കൊടുത്തത്. അതും ഞാൻ ആവേശം കാരണം ഒരു കൊച്ചു ബൗളിൽ ഇട്ടത് കൊണ്ട് 2 തിരുമ്മിയപ്പോഴത്തേക്കും ഉള്ള കോൺഫ്ലോറൊക്കെ ചാടി വെളിയിപ്പോയി. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് വലിയ പാത്രം എടുക്കുക കേട്ടോ. അതിനുശേഷം ഒരു പാത്രത്തിൽ 2 മുട്ട എടുത്തിട്ട് ഉപ്പും കുരുമുളക് പൊടി ഇവിടുത്തെ ബ്ലാക്ക് പെപ്പർ ആട്ടോ, നല്ല കളർ ഇട്ട് കൊടുത്ത് 2 ഇളക്കിളക്കിയപ്പോഴത്തേക്കും കുരുമുളക് തെറിച്ച് 4 വഴിക്ക് പോയി. പിന്നെ അതിനെ ഒന്ന് കൂട്ടി ഒരുമിപ്പിക്കാൻ ഞാൻ കുറേ പാടുപെട്ട്. അതിനുശേഷം ഈ വെച്ചിരിക്കുന്ന ക്രാബ് സ്റ്റിക്ക് നമ്മൾ മുട്ടയിൽ മുക്കി എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഇട്ടപ്പോൾ തന്നെ അതിൻ്റെ സൈഡിലൊക്കെ ബുൾസൈ മാതിരി പൊന്തിയൊക്കെ വന്ന് ഞാൻ വിചാരിച്ചത് കുളമാവുമോ എങ്ങനാവും യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഒരുവിധം ഫ്രൈ ചെയ്തൊക്കെ എടുത്ത് അതിന് ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയാൻ വയ്യ, ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അതിന് എന്നോട് അങ്ങോട്ട് കോർപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ മീറ്റ് നല്ല സോഫ്റ്റ് ആട്ടോ, പിടിക്കുമ്പോൾ തന്നെ കണ്ടില്ല അമങ്ങി അങ്ങോട്ട് പോവുക. അങ്ങനെ അത് ഫുള്ളൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് ഇനി അതിൻ്റെ ടേസ്റ്റ് നോക്കാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് അത് എടുത്ത് ചൂടോടാരും വായിലേക്ക് ഇട്ട് കളയരുത്, അങ്ങ് വരെ പൊള്ളിപ്പോവും. എൻ്റെതൊന്ന് പൊള്ളി. അതിന് ശേഷം ഒന്ന് ഊതിയിട്ടൊക്കെ ഞാനൊന്ന് കഴിച്ച് നോക്കി. കുഴപ്പമില്ല, പക്ഷേ ഞണ്ടിൻ്റെ ആണെന്നുള്ള യാതൊരു ടേസ്റ്റും അതിനുണ്ടായിരുന്നില്ല. എനിക്കൊരു സോസേജ് ഫ്രൈ ചെയ്ത് നമ്മൾ കഴിച്ചാൽ എങ്ങനെ ഇരിക്കും, ആ ഒരു ഫീലാട്ടോ എനിക്ക് കിട്ടിയത്. അപ്പോൾ